ഹലോ, അങ്ങനെ 6-7 മാസത്തിന്റെ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് വാങ്ങിച്ച ഞങ്ങളുടെ പുതിയ എയർ ഫ്രയർ ആണ് ഇത്. ഉഷായുടെ സ്മാർട്ട് എയർ ഫ്രയർ ആണ് ഇത്. ആദ്യമായിട്ട് ഞങ്ങളാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. ഒരു യൂട്യൂബ് വീഡിയോ പോലും ഇതിന്റെ ബേസിസിലില്ല. അപ്പം ഇത് എങ്ങനെയുള്ള ഒരു എയർ ഫ്രയർ ആണെന്ന് നമുക്കിത് പൊട്ടിച്ച് നോക്കാം. വീഡിയോ ഒന്നും ഇല്ലെന്ന് കരുതി ഉഷയുടെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതൊരു ട്യൂട്ടോറിയൽ ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ വിളിച്ച് വെച്ച് ആരെങ്കിലും വിടുമെന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആരെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ തന്നെ അൺബോക്സ് ചെയ്തു. വീഡിയോ എടുത്തുകൊണ്ടാണല്ലോ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഷോപ്പിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പൊട്ടിച്ച് നോക്കിക്കോളാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ വന്നാണ് ഈ സിലിക്കൺ ബേസും അതുപോലെ തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു സ്റ്റാൻഡും. എനിക്ക് ഇത് സ്റ്റീലാണോ എന്ത് മെറ്റീരിയൽ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് കൂടാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഹീറ്റിൻ്റെ ഓപ്ഷനുണ്ട്, കേക്ക് ബേക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്, പിസ്സയുടെ ഓപ്ഷനുണ്ട്, ഫ്രൈസിൻ്റെ ഓപ്ഷനുണ്ട്, വെജിറ്റബിൾസിൻ്റെ ഓപ്ഷനുണ്ട്, ഫിഷിൻ്റെ ഓപ്ഷനുണ്ട്, അതുപോലെ ചിക്കൻ്റെ ഗ്രില്ലിൻ്റെയും ഓപ്ഷനുണ്ട്. രണ്ടും നമുക്ക് എല്ലാത്തിൻ്റെ ഓപ്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച ഒരു ഐറ്റമാണിത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു സിലിക്കൺ ട്രേ ആണ് കേട്ടോ. ആക്ച്വലി ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇത് മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനത്തെയൊക്കെ ഒരു ഉപകാരം കൊണ്ടാണ് ഞാനിത് വരുന്നത്. ആദ്യം ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് അത് ആദ്യം തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെക്കുകയാണ്. ഇത് ഓപ്പൺ ആണ്. നമ്മൾ സാധാരണ എയർ ഫ്രയർ കാണുന്ന പോലെ ഇത് ക്ലോസ്ഡ് ഒന്നുമല്ല. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ തന്നെയുണ്ട്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മിനിറ്റത്തേക്കും എത്ര ഡിഗ്രി സെൽഷ്യസിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഓപ്ഷനും വരുന്നത്. അങ്ങനെ ഞങ്ങൾ 16 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇതിൽ റെഡി ആവുന്നത്. ഇടയ്ക്ക് ഈ വെളിച്ചം മങ്ങുകയും പിന്നെ തെളിയുകയും ചെയ്യും കേട്ടോ. അത് ഞാൻ വിചാരിച്ച ആദ്യം എന്തെങ്കിലും കുഴപ്പമാണ്, പിന്നെ അത് മനസ്സിലായി ഓക്കെ അതിൻ്റെ തന്നെ സ്വഭാവമാണ്. അപ്പം 16 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി ഹാൻഡിലൊക്കെ ചെറിയ ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണി കൊണ്ട് എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണ്. നിങ്ങൾ ഓയിൽ സ്പ്രേ ചെയ്താൽ ഇതിലേക്ക് മസാല പിടിക്കും, അല്ലെങ്കിൽ ഇതിൽ മസാല പിടിക്കാൻ കുറച്ച് പാടാണ്. സോ ഉഷയുടെ ഇങ്ങനത്തെ എയർ ഫ്രയർ യൂസ് ചെയ്ത് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി പുറകെ റിവ്യൂ പറയുന്നതായിരിക്കും. നിങ്ങൾ എയർ ഫ്രയർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്നുള്ളത് അടുത്ത ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.